PK ലേണിങ്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് അത് എക്സസൈസുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളതാണ്. ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ആൽക്കഹോളിസം. വളരെ കുഞ്ഞൊരു പോർഷനാണ് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ആൽക്കഹോളിസം. വളരെ ചെറുത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് നല്ല ചോദിക്കാനും ഏരിയ. അപ്പം ഇത്രയും പഠിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചെറിയ, അതായത് നമ്മൾ നിയമങ്ങളുണ്ടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് മദ്യപാനം ഇല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന് ഇല്ലെങ്കിൽ ഡ്രഗ്സ്, ഇതെല്ലാം പറയുന്ന ഈ ട്രാങ്ക്ലൈസറുകളെല്ലാം എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും എത്ര നിയമങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ കാര്യമില്ല. കാരണം അത് ഉപയോഗിക്കണം എന്നുള്ള ആൾക്കാർ അത് ഉപയോഗിക്കാം. സോ എങ്ങനെ നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് അത് എന്താണ്? അതൊരു ഒരു ദുശീലമാണ്. സോ അങ്ങനെ ഒരു ശീലം, അതിൽ നിന്ന് മാറാൻ ഏകദേശം ഓരോ വർഷവും എത്രയോ ആൾക്കാരാണ് ഇപ്പൊ മദ്യപാനത്തിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ കൊണ്ട് അവർക്ക് ഇല്ലെങ്കിൽ മരിച്ചു പോകുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലാതുള്ളവരാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇതിൽ നിന്നും ആൾക്കാർക്ക് നമ്മൾക്ക് ഇവിടെ പറയുന്ന നമ്മളൊരു കുറ്റം എന്ന് പറയുന്നത്, ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് മിക്കപ്പോഴും ഇപ്പൊ ഏറ്റവും അടുത്തിടയ്ക്ക് എല്ലാവർക്കും മനസ്സിലായ, അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ആള് നടത്തിയ ഒരു കൊലപാതകം. അദ്ദേഹം അന്ന് പറയുന്നത് മദ്യമല്ലാതെ മറ്റൊന്നും കഴിച്ചിരുന്നില്ല എന്നാണ്. അത് എന്ന് പറയുന്ന കണ്ടോ, ഒരു മദ്യപാനത്തിലൂടെ അവിടെ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് എന്ത് വേണം? നമ്മൾ നിയമത്തെക്കാട്ടിലും ഉപരി ആൾക്കാർക്ക് എന്ത് കൊടുക്കണം? ഈ അവയർനെസ് കൊടുക്കണം. അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ആൽക്കഹോളിസം. എന്താണ് അപ്പൊ ഈ ആൽക്കഹോൾ നമ്മൾ കണ്ടതാണ്, നിയമപ്രകാരമുള്ളതൊക്കെ ഡെഫിനിഷനൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഫാർമക്കോളജിക്കൽ ഡെഫിനിഷനിൽ പറയുന്ന ആൽക്കഹോൾ ഒരു ഡ്രഗ് ആണ്. അത് എന്ത് തരത്തിലുള്ളതാണ്? ഒരു സെഡേറ്റീവ് ആണ്, ഒരു മയക്കമുണ്ടാക്കുന്നതാണ്, അത് നമ്മൾക്കൊരു നമ്മളുടെ മനസ്സിനെയൊക്കെ അത് മാറ്റിക്കളയും. ട്രാങ്കുലൈസർ ആണ്, ഹിപ്നോട്ടിക് ആയിട്ടുള്ളതാണ്, ഒരു അനസ്തെറ്റിക് ആണ്, ഒരു മയക്കമുണ്ടാക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ ഈ തരത്തിൽ അത് ഡ്രഗ് ആണ്, സെഡേറ്റീവ് ആണ്, ട്രാങ്കുലൈസർ ആണ്. അപ്പൊ നിങ്ങൾ കൺസ്യൂം ഓൾറെഡി ഈ സാധനം അങ്ങനെയാണ്. അപ്പൊ ഈ കൺസ്യൂം ചെയ്യുന്ന അനുസരിച്ച് ഇത് എന്ത് ചെയ്യും? ഈ പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ ആൽക്കഹോളിസം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ബാധ്യത, ഒരു ബർഡൻ എന്ന് പറയുന്നത് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 liters per person എന്നുള്ളതാണ്. ഓരോ വർഷവും, ഇല്ലെങ്കിൽ നമ്മളിതിങ്ങനെ കണക്കാക്കുമ്പോൾ പെർ പേഴ്സൺ അനുസരിച്ച് 2 ലിറ്റർ വീതമാണ്. അപ്പൊ ഈ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കണക്കാക്കുന്ന എങ്ങനെ ആണെങ്കിലും 2 ലിറ്റർ ഒക്കെ ഒന്നുമേ അല്ല. എന്നാൽ കേരള, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ഗോവ, ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ് ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ആൽക്കഹോൾ കൺസംഷൻ ഉള്ളത്. ഇനി ഈ നമ്മൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടല്ല കാര്യം, ആൽക്കഹോളിസം അതൊരു ഒരു രോഗാവസ്ഥ പോലെയാണ്, അതൊരു അഡിക്ഷൻ ആണ്. അതായത് മദ്യം കിട്ടിയില്ലെങ്കിൽ കൈവിറയ്ക്കുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ശരീരം വിറയ്ക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല, അതേപോലെ അഡിക്ഷൻ ആണ്. അപ്പൊ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ അല്ലെങ്കിൽ ആരും കാണാതെ സീക്രട്ടായിട്ട് മദ്യപിക്കുക, അതായത് അത് വേണം, അതൊരു ക്രേവിങ്സ് ആണ്, അത് വേണം 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 എന്നുള്ളത്. നമ്മൾ സ്നാക്സ് ഒക്കെ കഴിക്കാൻ നമുക്ക് കൊതി തോന്നത്തില്ല, അതേപോലെ വേണം എന്നുള്ളതാണ്. ഏർലി അവേഴ്സ്, അതിരാവിലെ വേണം തോന്നുക. ഇനി ബ്ലാക്ക് ഔട്ട് ആയി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇവരും മറ്റുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് സംഭാഷണം നടത്തിയില്ല അതൊന്നും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കത്തില്ല. ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ മദ്യപിക്കാനുള്ള ആ ഒരു ആസക്തി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇറിറ്റേറ്റബിൾ ആവും, നമ്മൾ ഇറിറ്റേറ്റ് ആയിപ്പോവും. ലീഗൽ പ്രോബ്ലംസ്, അതായത് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരിക, വിഡ്രോവൽ സിംറ്റംസ് ആയിരിക്കും മിക്കവഴി. എല്ലാത്തിൽ നിന്നും, എല്ലാ സോഷ്യൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ വിഡ്രോ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് കൂടുതൽ ആവശ്യം കൂടുതൽ ആൽക്കഹോൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും? ലിവർ ഡിസീസുകൾ, അങ്ങനെയൊക്കെയുള്ള. ഇതിനകത്ത് ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ആൽക്കഹോൾ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൽക്കഹോൾ അബ്യൂസ് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള അഡ്വേഴ്സ് ഇവന്റുകളായിരിക്കാം. ഒരു 10-16 വയസ്സിലൊക്കെ മദ്യപിച്ച് തുടങ്ങിയത് കൊണ്ടായിരിക്കാം. ഓരോ ദിവസം 1 to 2 ഡ്രിങ്ക്സിൽ കൂടുതലോ സ്മോക്കിംഗ്, സിഗരറ്റുകൾ ടീനേജേഴ്സിലൊക്കെയാണ് അത് സിഗരറ്റ് വലിക്കുക, അത് 2 സിഗരറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ 1 or 2 പെഗ് ഡ്രിങ്ക്സ് പെർ ഡേ അതിൽ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്.
എന്താണ് കൂടുതൽ സ്ട്രെസ് ഉള്ളത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചില സൈക്കാട്രിക് ഡിസോർഡറുകൾ ഇതുണ്ടായിരിക്കാം. ഇതൊക്കെയാണ് ഇതിനെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഫക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ കാർഡിയോ മയോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഫക്റ്റുകളുണ്ട്. പിന്നെ പെപ്റ്റിക് അൾസർ, ലിവർ സിറോസിസ്, പാൻക്രിയാറ്റിസ്, ഈ വായിലൊക്കെ ഉണ്ടാകുന്ന അൾസറുകൾ, ഫയറിങ്സ് ലിവർ. സൈക്കോളജിക്കൽ ആണെങ്കിൽ ലോസ് ഓഫ് ഇൻഹിബിഷൻ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ഓവർ ടോക്കേറ്റീവ്നെസ് ആയിരിക്കും, സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കുക, ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടായിരിക്കുക, സോഷ്യൽ ഫാമിലി റിലേഷൻ, നമ്മുടെ ഒരു സൊസൈറ്റൽ ലൈഫ് തന്നെ നശിച്ചു പോകുന്നതായിരിക്കും. പുവർ വർക്ക് പെർഫോമൻസ് ആയിരിക്കും, ആൻറ്റി സോഷ്യൽ ആയി മാറും. പുവർ ഇന്റർപേഴ്സണൽ റിലേഷണൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ പോവർട്ടി, വേസ്റ്റേജ് ഓഫ് നാഷണൽ വെൽത്ത്, ഇതെല്ലാമാണ് ആഫ്റ്റർ നമ്മൾ ഈ ആൽക്കഹോളിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പരിപാടികൾ. നമ്മൾക്കിതിനെ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ആയിട്ട് പ്രിവെന്റ് ചെയ്യാം. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുക, ലീഗൽ അപ്രോച്ചുകൾ, കൺട്രോൾ, ഈ പ്രൊഡക്ഷൻ ആൻഡ് സെയിലിനെ കൺട്രോൾ ചെയ്യാം, ടാക്സുകളും പ്രൈസുകളും കൂട്ടുക, ഇതിന്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് കൂട്ടുക, ഈ അഡ്വർടൈസ്മെന്റുകളൊക്കെ കൊണ്ടുവരിക. സെക്കൻഡറി ആയിട്ട് നേരത്തെ ആൽക്കഹോളിസം എന്ന് പറയുന്നത് അഡിക്ഷൻ സ്റ്റേജ് ആണ്, അത് നേരത്തെ കണ്ടുപിടിച്ച് ആഡിക്വേറ്റ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റുകൾ, നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു സെക്കൻഡറി ആയിട്ട് പറയുന്നത്. ടേർഷറി ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ. ഈ മദ്യപാനികളെയൊക്കെ ഈ പറയുന്ന ഈ റീഹാബിലിറ്റേഷൻ സെന്ററുകളിലൊക്കെ കൊണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ പ്രോഗ്രാമുകൾ, ഇവർക്ക് വൊക്കേഷണൽ ഗൈഡൻസ്, എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാനുള്ളത്, കൗൺസിലിംഗ്, റിക്രിയേഷൻ, ഇതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഷോർട്ടായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, സുബോധം എന്ന് പറയുന്ന ഒരു പദ്ധതി ഓരോ വർഷവും 1,00,000 പേരെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പിടിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ 2015 സ്റ്റേറ്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് സുബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം 1,00,000 ആൾക്കാരെ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് സുബോധം എന്ന് പറയുന്നത്. അടുത്തതാണ് ഓക്കെ, അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് നമ്മുടെ ക്യാമ്പയിൻ, ആൽക്കഹോളിസം അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് സുബോധം, അടുത്തതാണ് യോദ്ധാവ് എന്ന് വിളിക്കുന്നത്. യോദ്ധാവ് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പൊതുജനങ്ങൾക്ക് ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിൽ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോദ്ധാവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പൊതുജനങ്ങൾക്ക്, ഇത് ഉപയോഗിക്കുന്നവരെ കുറിച്ചാണെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് കൈമാറാൻ വേണ്ടിയിട്ട്, അതാണ് യോദ്ധാവ് എന്ന് പറയുന്നത്. അടുത്തതാണ് യെസ് ടു ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരെണ്ണമാണ് അടുത്തൊരു പോളിസിയാണ് യെസ് ടു ക്രിക്കറ്റ്. ഓക്കെ, യെസ് ടു ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ്. അപ്പം ഈ പദ്ധതിയുടെ ഈ ഒരു പ്രചാരണ പദ്ധതിയുടെ മുഖ്യ അതിഥി എന്ന് പറഞ്ഞത് വിരാട് കോഹ്ലിയാണ്. ദെൻ അടുത്തതാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. ഇതൊക്കെയാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് പദ്ധതികൾ എന്ന് പറയുന്നത്. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് അത് മമ്മൂട്ടിയാണ് അതിൻ്റെ ആരെന്ന് പറയുന്നത് ബ്രാൻഡ് അംബാസഡർ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് വിമുക്തി മിഷന്റെ കീഴിൽ 2019 ആരംഭിച്ച 90 ദിവസ തീവ്ര പരിപാടിയാണ് ഈ ലഹരി വിമുക്തി നേടുക എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷന്റെ കീഴിൽ ആരംഭിച്ചതാണ്. 90 ദിവസത്തെ 90 ഡേയ്സിന്റെ ഒരു പദ്ധതിയായിരുന്നു നാളത്തെ കേരളം ലഹരി മുക്ത കേരളം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു വാക്യം എന്ന് പറയുന്നത്. ഇനി വിമുക്തി മിഷനെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. വിമുക്തി മിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ്സ്, ആൽക്കഹോൾസ്, അതിൻ്റെയൊക്കെ അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മിഷനാണ്. വിമുക്തി മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പിന്നെ അടുത്തൊരു ഇതാണ് യെല്ലോ ലൈൻ.
യെല്ലോ ലൈൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ പുകയില വിമുക്തമാക്കുക എന്നുള്ളതാണ്. അപ്പം കോട്ട് ആക്ട് നമ്മൾ പഠിച്ചില്ലേ, അപ്പം അതിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എത്രയാണ് യെല്ലോ ലൈൻ ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നുള്ളതാണ്. അതാണ് യെല്ലോ ലൈൻ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 47 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഔഷധ ആവശ്യങ്ങൾക്ക് അല്ലാതെയുള്ള മദ്യത്തിനും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും നിരോധനം നടപ്പിലാക്കുക. അപ്പൊ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഔഷധ ആവശ്യങ്ങൾക്ക് അല്ലാതെയുള്ള ബാക്കി എല്ലാ തരത്തിലുമുള്ള ശരീരത്തിന് ഹാനികരമാകുന്ന എല്ലാ തരത്തിലുള്ള മദ്യങ്ങളുടെ നിരോധനം നടപ്പിലാക്കുക എന്ന് പരാമർശിച്ചിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ കണ്ട വിമുക്തി മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ വിമുക്തി മിഷന്റെ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾക്ക് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം. എന്താണ് ആൽക്കഹോളിസം, അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മൾക്ക് അതിനെ എങ്ങനെയൊക്കെ തടയാം. ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതെയാക്കാൻ നമ്മൾക്ക് കൊണ്ടുവന്നിട്ടുള്ള മിഷൻസ് ഒക്കെ എന്തൊക്കെയാണ്. അപ്പൊ ഇത്രയുമാണ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം എന്ന് പറയുന്ന പ്രൊവിഷനുമായിട്ട് ഉള്ളത്. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ എക്സസൈസുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.